ഗിഫ്റ്റ് പോകണം എന്ത് പരിപാടിയാന്ന് വെച്ചാൽ അപ്പൊ കേസ് നമ്മൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടി നമ്മൾ ആസ്മത്ത തന്ന കോഴിക്കാർപ്പിനെ നമ്മൾ അത് ഇപ്പൊ ആ കുഞ്ഞു ബേസിനിൽ ഇട്ട് അതിന്റെ ഓക്സിജൻ എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് നമ്മളെ മറ്റേ ഗൗരിയുടെ കൂടെ ആ സ്റ്റാർ വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞു ഗൗരിയുടെ കൂടെ കോഴിക്കാർപ്പിന്റെ 3 ഇഞ്ചേ ഉള്ളൂ കേട്ടാ, കോഴിക്കാർപ്പിന്റെ കൂടെ ഇടാന്ന്. ഗൗരിയുടെ കൂടെ കോഴിക്കാർപ്പിനെ അതുകൊണ്ട് നമ്മൾ ഗൗരമ്മയുടെ കൂടെ ഇടാൻ തീരുമാനിച്ചു. പിന്നെ മോളിനെയും സീബ്രേനെയും വിടോനെയൊക്കെ പിടിച്ച് ആ ബേസിനുള്ളിലൊക്കെ അങ്ങോട്ട് ഇടാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് നേരെ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ കപ്പൊക്കെ വെച്ചാണ് ഓട്ടോ എടുക്കുന്നത്. വെച്ചപ്പോ നമ്മള് ഇനി വലയൊന്ന് മാറ്റണം. നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു മീൻപട്ടിയും കൂടെ സെറ്റായ നമ്മൾ ഇനി ഇവറ്റകളിൽ ആ ബേസിന് കിടക്കുന്ന മീൻപട്ടിയിലോട്ട് പറ്റും. ഒരു സെക്കൻഡ്. അപ്പൊ ഗൈസ് നമ്മളിത് പുതിയ കോഴിക്കാർപ്പൊന്നുമല്ല കേട്ടോ, മറ്റേതിന് നമുക്ക് ടെമ്പറേച്ചർ റേറ്റ് ആക്കാനുള്ളതുകൊണ്ട് കവറിൽ പിടിച്ചിട്ടാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ആ ചെളിവെള്ളം കണ്ടാലേ അറിയാം പഴയത് എന്നെന്ന്. നമുക്ക് ഇതിനെ ഇനി കൊണ്ടങ്ങോട്ട് എടുക്കണം. ഇതാ ഒരു വലിയവൻ, ഇതാണ് ആ കൂട്ടത്തിലെ വലുത്. ഇത് 4 ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ, സൈസ് നമുക്ക് കൃത്യമായി അറിയത്തില്ല. അപ്പൊ ഗൈസ് നമ്മുടെ റീഡിങ് കേസ് വല വെച്ച് കോരാൻ പോവുകയാണ്. ഓറഞ്ചിനെ പിടിക്കാൻ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു, അത് കണ്ടാൽ നല്ല സ്പീഡുണ്ട്. വെള്ളം രണ്ടും ഒത്തിരി പോലെ വയറൊക്കെ തടിച്ചിരിക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കയറി വരും. സീനില്ല. ഫസ്റ്റ് ഒന്നും കിട്ടാത്ത അവസ്ഥയായി പോയി. കിട്ടി. ആദ്യത്തത് എന്റെ വൈറ്റ് മോളിയാണ്. മീൻ പോയില്ല എവിടെ? വെള്ള മോളിനെ വെള്ളത്തിലേ ഇടും. ഇതിലിതാ ഇപ്പം 3 വിടോയും 2 സീബ്രയും ഇത്ര മോളി 5 മോളിയും അല്ല 4 മോളിയും. അപ്പൊ ഗൈസ് നമ്മളെ കോഴിക്കാർപ്പിനെ അഴിക്കാൻ പോവുകയാണ്. ആസ്വദിന നിമിഷം, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞ ആരും കാത്തിരിക്കും. അപ്പൊ നമ്മളിപ്പം ഇതഴിച്ച് ഇതിലെ വെള്ളം അത്യാവശ്യം എടുക്കും. പൊക്ക മക്കളെ എല്ലാരും പൊക്കോ. എല്ലാ കൈകാറും പോയാ അതാ ഇരിക്കുന്നൊരുത്തൻ. മോനെ ഓക്കെ, നമ്മള് കോഴിക്കാർപ്പിനെ എല്ലാം ഇറക്കിയിട്ടുണ്ട്. പണ്ട് ഇതിലിട്ട് സത്തുപോയി. ഞാൻ കുത്തിയിടാം. അപ്പൊ ഗൈസ് ഇത് ഭയങ്കര നാച്ചുറലിസ്റ്റിക് കുളമാണ്. മണ്ടയൊക്കെ നോക്കൂ, നിറച്ച് മരങ്ങളും ഹരിത പുളകിതമായ സ്ഥലമാണ്. അതുകൊണ്ടല്ലേ ഈ ഇലയൊക്കെ വീണാലും ഞാൻ എടുത്ത് കളയാത്ത. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഗൈസ് നമുക്ക് മോളിനെ അതിനൊക്കെ ഇടുന്ന സ്ഥലത്തെത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇവിടെയാണ് നമ്മളെ സീബ്ര പറഞ്ഞ മോളിനാണ് ഇറക്കാൻ പോണത്. ഇത് എന്റെ 4 വയസ്സുള്ള മോളിക്ക് ഒരു ഇണയാവാൻ വേണ്ടിയാണ് ഞാൻ ഇറക്കുന്നത്. അവൻ മാത്രം ഒറ്റയ്ക്ക് കിടക്കണ്ട. പക്ഷെ കൂടെ കുറെ മോളികളുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഒരു മോളിനെ. അപ്പൊ ഗൈസ് നമ്മള് ഒരു മോളിനെ പിടിക്കുകയാണ്. ഫസ്റ്റ് വെള്ള മോളി ഇറങ്ങിക്കോ. കമ്പനി എന്താ ഒരു താമസം. ഇനി നമ്മളെ എന്റെ ഫേവറേറ്റ് മോളിയാണ്. നീ ഇറങ്ങിപ്പോവിടോ. ഇതൊക്കെ ഉണ്ടോ എന്റെ പഴയ മോളി, എന്റെ മോളിനെ കണക്കിയിരിക്കുന്നു. ഇതിന്റെ കണ്ണിൽ എന്തൊരു ഒരു വെള്ളപ്പാടുണ്ട്. ചാടി നമുക്ക് ഇനി പിടിക്കാനുള്ളത് ആരെയാ? ഓയ് വിടോ, ഇറങ്ങിപ്പോ. പണ്ടെന്റെ ബലൂൺ മോളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബലൂൺ മോളിയുടെ മക്കളില്ലായിരുന്നു, നോർമൽ മോളിക്ക് മക്കളുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം ഇതില്. അതാണൊരു ടാസ്ക്. പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിപ്പെടുത്ത് വെച്ചിട്ട് ഒഴിക്കാം. നീ അവിടെ പിന്നെ
ഗൈസ് നമ്മൾ ഇനി ഇത് അടക്കിയാണ്. എന്റെ 4 വയസ്സുള്ള മോളീനെ ഇതുവെല്ലാം കൊത്തിക്കൊല്ലാനായി ഇതിനെ പിടിച്ച് പൊരിച്ചടിക്കും. ഒക്കെ അത്രേ ഉള്ളൂ. അമ്മയിനി ഇവരെ ഇറക്കേണ്ട സംഭവമൊന്നും ക്ലീനൊന്നും ആക്കിയിട്ടില്ല, അതൊക്കെ ആക്കണം. എൻ്റെ അടുത്ത് ഇതിനാ 7 എണ്ണം പിടിച്ചിട്ടും തോന്നുന്നു ഇല്ലേ. അപ്പൊ ഗൈസ് നമ്മള് ഇത് കിടന്നെന്ന് പറഞ്ഞാൽ 6 കോഴിക്കാർപ്പാണ്. അപ്പോൾ നമ്മളെ 6നെ അതിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിയും ഇതിന് അതിലിടണം. ദാറ്റ് ഈസ് അവർ റൈറ്റ്. നമുക്ക് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ നല്ല തണുപ്പിന് വേണ്ടി ഓടൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ഇരിക്കട്ട്, ചെടിയുടെ ഉള്ളിലൊന്നും ആരും കയറണ്ട, തൊലയ്ക്കും. നമുക്കിനി ഇതുണ്ട്, ഇതാ ഓട് കഴുകിയപ്പോൾ ഓടിൽ മാത്രം ഉണ്ടായിരുന്നു ചെളിയ. ഇനി ഇത് എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഇതിന്ന് വേണം. മതി. ഇനി മീനിനെയൊക്കെ എണ്ണ തട്ടിപ്പിടിച്ച് നമുക്ക് എണ്ണി തിട്ട പിടിച്ച് പിടിക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് അരിപ്പ് എടുക്കാം. നല്ല ഹരിത പുളകിതമായ അരിപ്പാണ്, വണ്ടർഫുൾ. നമ്മൾ അരിപ്പി പിടിക്കാം. ഫസ്റ്റ് ഒന്നിനെ പിടിക്കാം. ഫസ്റ്റ് ഉദ്ഘാടനത്തിനുള്ള സെലിബ്രിറ്റി ആരായിരിക്കും? കണ്ണടച്ചാൽ പിടിക്കുന്ന വാവും. ഒരു വീടോട്ടിട്ടാണ് ഫസ്റ്റ് ഉദ്ഘാടനത്തിന് ഇതിലേക്ക് ഇറങ്ങുന്നത്. പോയിട്ടുണ്ട് ചാറ്. അടുത്തതാരാണ്? അടുത്തൊരു ജീബ്രയാണ്. പൊക്കോള്. കണ്ണടച്ചാണ് കേട്ടോ പിടിക്കുന്നത്. അടുത്തൊരു മഞ്ഞ കളർ കൂടെ നീ ചട്ടിക്കകത്ത് നിറയിപ്പൊക്കോ. ആ അമ്മയ്ക്ക് ഇനി അടുത്തന്നെ പിടിക്കാം. അടുത്തൊരു ജീബ്ര. നീ പൊക്കോ. ചട്ടിക്കകത്ത് ട്രാപ്പായി പോയാൽ മോനെ ഇറങ്ങാം. ഇറങ്ങാനൊക്കെ പറ്റുന്ന വീടാ. അടുത്തത് നമ്മൾ സെലിബ്രിറ്റിയാണ്. ഏറ്റവും വലിപ്പമുള്ളത് വീടായാണ് എൻ്റെ ഉള്ള. പടയ്ക്കുന്നു കഷ്ടം. അസ്സലാമു അലൈക്കും. ഹോളി സുബ്ഹാനല്ലാ, മഞ്ഞ വീടോ ഇതിൻ്റെ അകത്ത് തന്നെ പെട്ടിരിക്കുന്നു. ഇറങ്ങാൻ പറ്റുന്നില്ലേ? നമ്മളെ മഞ്ഞ വീടോ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും ട്രാപ്പായി കിടക്കുകയാണ്. ഇറങ്ങി പൊക്കും മോനെ, ഇത് നമ്മുടെ വീടാ. അനിയത്ത് ഇത് മറ്റേ നമ്മളെ സാന്റാക്ലോസ് അപ്പൂപ്പൻ. പോലെ എല്ലാത്തിനും പിടിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് ഇതാ ഇതിലും ഫുൾ ചളി വെള്ളമാണ്. അപ്പൊ നമ്മളിനി ഒരു മീൻപട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ നമ്മളെ കോഴിക്കാർപ്പൊക്കെ അധികം കിടന്ന് ജീവിക്കും. രാവിലെ ഞാൻ ഇതിൽ നിന്ന് തീറ്റ ഇട്ടപ്പോൾ ഒരു കോഴിക്കാർപ്പ് മാത്രം വന്നു തിന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു തീറ്റയും കാണാനില്ല. ഇതില് ആരും വന്ന് തിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തീറ്റയും കാണാനില്ല. എന്ത് പറ്റി? തീറ്റ അപ്രത്യക്ഷമാക്കുന്ന ആളുണ്ട്. അത് ചെരുപ്പിന്റെ ശബ്ദമാണ് കേട്ടാ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മളത് കുഞ്ഞിനെ കണ്ട ഹെൽത്തിയാണ്. അപ്പൊ ഗൈസ് അത് നമ്മള് പ്ലാറ്റിനത്തിന്റെ കുഞ്ഞുങ്ങളാണ്. എന്നാലും ഇപ്പൊ ഒഴിച്ചപ്പോ ഇത്രക്ക് ഗാംഭീര്യം കൂടിയാണ് അടിയിലുള്ള ചത്ത് കിടക്കുന്നത്. പറ്റിച്ചേ അടിയിൽ തന്നില്ല. ഇത് എത്ര കുഞ്ഞുണ്ടെന്ന് കറക്റ്റ് ഒരു എണ്ണമില്ല. ഞാൻ എണ്ണ തിട്ടപ്പെടുത്തി പിടിച്ചു വെച്ചാണ്. പെട്ടെന്ന് ഒരരിപ്പിൽ 5-8 എണ്ണവും കയറി വന്ന് ഒന്ന് വെച്ച് പിടിച്ചു. ഫുൾ വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഗൈസ് പിന്നെ നമ്മളെ ഈ ഒരു റെഡ് ലേസിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് മാറ്റണം. ഇനി ഈ കോഴിക്കാർപ്പിന് മീൻപെട്ടി സെറ്റായിട്ട്, അതാണ് നമ്മളെ മെയിൻ പ്ലാൻ. പിന്നെ ഗൈസ് ഇതിനെ നമ്മൾ മീൻപെട്ടി ഇട്ടും ഇതിലോട്ട് മാറ്റും. മീൻപെട്ടി ഇട്ടുമ്പോ ഇതില് ഹൈബ്രിഡിന്റെ കുഞ്ഞ്, അതിൽ മൊസൈക്കിന്റെ കുഞ്ഞ്, പിന്നെ അതില് സ്പോട്ടഡും മുഷി എന്ന്. നമ്മൾ ഫൈറ്ററിന്റെ പെണ്ണിനെ തൈഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടോളം തേനി പൊണ്ണം തീന തേനി കഞ്ചാവ് ഈ വട്ടം തീന ഇത് കണ്ട. അതിനിപ്പൊ അതിന്റെ കൺമഞ്ഞി കപ്പീനെ കൊണ്ടിട്ട് കൊടുത്താൽ കഴിക്കൂല. പാവം അവളങ്ങ് ആശയായി. അമ്മൂമ്മ നീല കളറൊക്കെ ശോഷിച്ചു പോയി. ആ വാലൊക്കെ മുറിഞ്ഞിരുന്ന ഫൈറ്റർ കൊത്തിയങ്ങ് കയറിയതായിരുന്നു അന്ന് ആൺ. കഴി ആ ഗപ്പിനെ അങ്ങോട്ടേക്ക് കിട്ടുന്നേ ഇല്ല. ഗപ്പിനെ മിക്കവാറും ഞാൻ തല്ലിക്കൊന്ന് ഇട്ടോളൂ. ഇനിയും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചാടിച്ചു വന്നു വിട്ടാല. വണ്ടർഫുൾ. ആ ഗപ്പി കുഞ്ഞിന്റെ കണ്ണ് കാണിച്ചു ആ ഗപ്പി കുഞ്ഞിന്റെ കണ്ണ് കണ്ട നല്ല രസമുണ്ട് കാണാൻ. ഫുൾ കറുത്ത കണ്ണ്.
പിന്നെ എന്റെ കണ്ണ് നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ചെറുത്ത കണ്ണ്. നമുക്കൊക്കെ പിന്നെ പച്ചക്കണ്ണാണ്ട് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് പിന്നെ നീ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ അതിൻ്റെത്തിലേക്ക് എടുക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ നോമ്പായോണ്ടാണ് ഇത്തിരി ഇത് ആക്റ്റീവ് കുറവ്, അവശതയായി, സോറി അവശനായി. അപ്പൊ ഗൈസ് നമ്മളെ വൈൻഡപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചോറൊക്കെ ചെയ്തോ നമ്മളെ സന്തോഷത്തിന്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്യണം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം. അപ്പം നിങ്ങളതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ, സീ യു.